Hello. Whole and part. Whole and part. ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ പാർട്ട് നമ്പറിലൊരു ഭാഗമാണിത്. ഹോൾ ആൻഡ് പാർട്ട് മുഴുവനും ഇതിൻ്റെ ഭാഗങ്ങളും അത് കഷ്ണങ്ങളായിട്ട് വരുന്നതാണ്. ഇവിടെ 1 ഫുൾ സർക്കിൾ ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 4 പീസിൽ 2 പീസാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. സോ റൈറ്റ് 1 ഫുള്ള്. അപ്പോഴാണ് നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ യൂസ് ചെയ്യുക. 1 2/4. 1 2/4. Here circle divided into 4 pieces. 2 part is colored. 2 part is colored. Total 4 pieces. 2 part colored. For right 2/4. 1 full and 2/4. ഇവിടെ ഞാനൊരു ഈ ഭാഗം ഇത് ഫുൾ കളർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഈ പീസും. സോ 1 2/4. ഇത് മിക്സ്ഡ് ഫ്രാക്ഷൻ്റെ രീതിയിലാണ് എഴുതുക. ഇത് നമുക്കിത് ഈ ഫ്രാക്ഷൻ തന്നെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ട് 1/2 എന്ന് എഴുതാം. കാരണം ഇത് സർക്കിളിൻ്റെ ഹാഫ് പോർഷനാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. നമ്മളിത് 4 പീസ് ആക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ 2/4 സെയിം ആസ് 1/2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് 2/4നെ നമുക്ക് ഹാഫ് ആക്കിയാൽ 2നെ ഹാഫ് ആക്കിയാൽ 1 വരും. 4നെ ഹാഫ് ആക്കിയാൽ 2 വരും. സോ റൈറ്റ് 1.5. സെക്കൻഡ് ക്വസ്റ്റ്യൻ 1 ഫുൾ സർക്കിൾ ആൻഡ് 1/4 piece. 1/4 piece. 1 2 3 4 4 piece. 1 piece is colored. 1/4. Okay, this is the mixed fraction form is 1/4. Next full circle and here circle divided into 4 piece. 1 2 3 part colored. Write it 1 3/4. 1 3/4. Okay, 1 3/4. 1 full and 3/4 portion is colored. Next 1 2 full circle and half portion is colored. ഇവിടെ 2 ആയിട്ടുണ്ട്. ഇതിന് ഹാഫായിട്ട് 4 പീസ് എന്നുള്ള സർക്കിളിന് 2 ആയിട്ടേ ഉള്ളൂ. ഇത് ഞാൻ ജോയിൻ ആയിപ്പോയതാണ്. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നമ്പർ എഴുതേണ്ടതുകൊണ്ട് വരയുമ്പോൾ കുറച്ച് അങ്ങോട്ട് ആയിപ്പോയതാണ്. അപ്പോൾ 2 ഫുൾ സർക്കിൾ ആൻഡ് ഹാഫ് പോർഷൻ ഈസ് കളേർഡ്. സോ റൈറ്റ് 1 2.5. ഹിയർ 2 ഫുൾ സർക്കിൾ ആൻഡ് 1/4 പോർഷൻ ഈസ് കളേർഡ്. 2 1/4. ദിസ് ഇസ് ദ മിക്സ്ഡ് ഫ്രാക്ഷൻ ഫോം 2 1/4. 2 full circle 2 and here 1 2 3 4 piece 1 piece is colored. നമുക്കറിയാം ഒരു സർക്കിളിനെ 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിൽ 1 പീസ് കളർ ചെയ്താൽ അതിനെ 1/4 എന്നാണ് പറയാം. ബട്ട് ഹിയർ 2 ഫുൾ സർക്കിൾ ആൻഡ് 1/4 പോർഷൻ ഈസ് കളേർഡ്. നെക്സ്റ്റ് 1 2 3 full circle and here circle divided into 3 piece. 1 part is colored. So 1/3. This is the circle form 1/3. 1 2 3 full circle and 1/3. 3 1/3. 3 1/3. 3 full circle. 1 2 3 full circle and 1/3. 3 1/3 is the mixed fraction form. Here 1 2 3 full circle and 1 2 3 portion colored. 3/4. 1 2 3 3/4. 3 full circle. 1 2 3 3 and 3/4. 3 and 3/4. 3 3/4. Here the question, if 6 cakes are divided among 3 children, how many would each get? 6 കേക്ക് ഉണ്ട്. 6 കേക്ക് ഞാനിവിടെ സെയിം കളർ കൊടുത്തിട്ടുള്ളത് ഓരോരുത്തർക്കും കിട്ടുന്നതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ആർ ഡിവൈഡഡ് എമംഗ് 3 ചിൽഡ്രൻ. ഈ ക്വസ്റ്റ്യനൊക്കെ നോട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ കളർ യൂസ് ചെയ്യണം. ഇത് തന്നെ ചെയ്യണമെന്നില്ല. പക്ഷേ ഇത് രണ്ടും ഒരേ കളർ കൊടുക്കുക, ഇത് രണ്ടും ഒരേ കളർ കൊടുക്കുക, ഇത് രണ്ടും ഒരേ കളർ കൊടുക്കുക. ഈ കളർ തന്നെ വേണമെന്നില്ല. പക്ഷേ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ രണ്ടെണ്ണം ഒരേ കളർ തന്നെ കൊടുക്കാം. 6 കേക്ക് ആർ ഡിവൈഡഡ് എമംഗ് 3 ചിൽഡ്രൻ, ഹൗ മെനി വുഡ് ഈച്ച് ഗെറ്റ്? 6 കേക്ക് ഉണ്ട്. എത്ര പേർക്കാണ് കൊടുക്കുന്നത്? 3 പേർക്കാണ്. എമംഗ് 3 ചിൽഡ്രൻ, 3 കുട്ടികൾക്കാണ് 6 കേക്ക് ഉണ്ട്. നമുക്കറിയാം അല്ലേ. ആദ്യം 1 2 3 ഫസ്റ്റ് ഡിവൈഡ് ഇൻറ്റു 1 2 3 ഓരോന്ന് കൊടുത്തു. പിന്നെയും ബാക്കിയുണ്ട്. പിന്നെ വീണ്ടും എന്ത് ചെയ്തു? 1 2 3 പിന്നെയും ഓരോന്ന് കൊടുത്തു. അപ്പോൾ ഈച്ച് ഗെറ്റ് 2 കേക്ക്, 2 ഫുൾ കേക്ക്. ദർ ഇസ് നോ ഫ്രാക്ഷൻ ഹിയർ. 2 ഫുൾ കേക്ക്. ഈച്ച് ഗെറ്റ് 2 കേക്ക്. ദിസ് ഈസ് നോട്ട് ഫ്രാക്ഷൻ ഫോം ബിക്കോസ് ദിസ് ഈസ് നോട്ട് കട്ട് ദിസ് കേക്ക്. നമ്മൾ ഫുള്ളായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്, മുറിക്കുന്നൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. If 2 cake are divided among 3 children, how many would each get? 2 cake divided to 3 children. 2 കേക്കേ ഉള്ളൂ. ഇനി എത്ര പേർക്ക് കൊടുക്കണം? 3 പേർക്ക് കൊടുക്കണം. 2 കേക്കേ ഉള്ളൂ, 3 പേർക്ക് കൊടുക്കണം. So first cake divided into 3, then 2 piece give to 1.
and here 1 piece, and second cake divided into 3 piece. That two here 1 piece, this 1 piece also give it to second one, and third one 1 2, these 2 piece give it to third one. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സർക്കിളിൽ എന്ത് ചെയ്യുക, 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. കാരണം നമുക്കറിയാം ഒരു കേക്ക് 3 ആയിട്ട് ഭാഗിച്ചിട്ട് ഒരാൾക്ക് കൊടുക്കുക, അങ്ങനെ കൊടുക്കണം അല്ലേ, 3 ചിൽഡ്രൻ ആണ് ഉള്ളത്. പക്ഷെ ഇവിടെ ഞാൻ ഒരേ കളർ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്കത് കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതിന് നമ്മൾ ഫ്രാക്ഷനായിട്ട് എടുക്കുന്ന സമയത്ത് ഒരു കേക്കിൻ്റെ എത്ര ഭാഗം കൊടുക്കുക എന്നാണ് ചോദിക്കുന്നത്. സോ 2/3 പാർട്ട്, ഈ കേക്കിൻ്റെ 2/3 ആണ് ഒരാൾക്ക് കൊടുക്കുക. ദീസ് 2 പീസ് ഗിവ് ടു 1 ചൈൽഡ്. ഓക്കെ, ഇവിടുന്ന് ഈ പീസും ഇതും കൂടെ ആകുമ്പോൾ ഒരേ പീസ് തന്നെയായി. ഇത് രണ്ടും ഒരാൾക്ക് കൊടുക്കും, ഇത് രണ്ടും ഒരാൾക്ക് കൊടുക്കും. സോ കേക്ക് ഗിവ് 2/3 പാർട്ട് ഗിവ് ടു ഈച്ച്. നമ്മുടെ ഓരോരുത്തർക്കും കൊടുക്കുന്നത് 2/3 പാർട്ടാണ്. ഓരോ ആൾക്കാർക്കും കൊടുക്കുക, ഓരോ കുട്ടിക്കും കൊടുക്കാം 2/3 പാർട്ടാണ്. ഫസ്റ്റ് 1 cake divided into 3 and 2 piece give to first child, and second here there is a piece is left, that piece and second cake divided into 3 piece, that 1 piece and together to give second child, and third these 2 piece to give to third child. മെഷറിങ് പാർട്സ് നമ്മളിപ്പം കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് ഈ ഫ്രാക്ഷനൊക്കെ പഠിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ തന്നെ നോക്കിയാൽ മതി. നമ്മളിപ്പോൾ പുട്ട് കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു കഷ്ണം പുട്ടും അതിൻ്റെ ഹാഫ് പീസും അല്ലേ, നിങ്ങളൊക്കെ ആണെങ്കിൽ ഒരു കഷ്ണമേ കഴിക്കുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പാരൻസൊക്കെ കഴിക്കുന്നത് നോക്കിയാൽ മതി അല്ലേ. ഇനിയിപ്പോൾ പത്തിരി ആണെന്ന് സങ്കല്പിച്ച്, നമുക്ക് ഇത് 2 പത്തിരി ആണെന്ന് സങ്കല്പിച്ച് നമുക്ക് എന്ത് പറയാം, അത് 2 പത്തിരി ഫുള്ള് കഴിച്ചു. പിന്നെ അതിൻ്റെ നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്ന രീതിയുമായിട്ട് നിങ്ങളൊന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫ്രാക്ഷൻ്റെ കാര്യം പെട്ടെന്ന് ക്ലിയർ ആവും. ഇപ്പോൾ ലഡു ആണ് ഞാൻ തന്നത്, നിങ്ങൾക്ക് 3 ലഡു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ 2 എണ്ണം ഫുള്ള് കഴിച്ചു, മറ്റേതിൻ്റെ പകുതി മാത്രമേ എടുത്തുള്ളൂ മതിയായപ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 ഫുൾ ലഡു ആൻഡ് ഹാഫ് പീസ്. ഓക്കെ, അങ്ങനെ പറയാം. അപ്പോൾ 2 and half പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമായിട്ട്, അല്ലെങ്കിൽ ചോക്ലേറ്റ് നിങ്ങൾക്ക് കിട്ടി, ചോക്ലേറ്റ് നിങ്ങളൊരിക്കലും എന്ത് ചെയ്യില്ല, അതിനെ പകുതിയൊന്നും ആക്കാൻ നിൽക്കില്ല അല്ലെ, മുഴുവനും കഴിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അങ്ങനെയുള്ളതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്തായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നത് ക്ലിയർ ആവും. മെഷറിംഗ് പാർട്സ്. ഇഫ് 2 meter long ribbon is cut into 3 parts, what would be the length of each piece? 2 മീറ്റർ റിബൺ നമുക്ക് എന്താക്കിയിട്ട് മാറ്റണം, 3 പീസാക്കിയിട്ട് മാറ്റണം. നമുക്കറിയാം സ്കൂളിൽ നമുക്ക് വരുമ്പോഴും എന്ത് വേണം, റിബണൊക്കെ കിട്ടിയിട്ട് വരണം. അപ്പോൾ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലേ, അവർ നമ്മൾ ഡ്രസ്സൊക്കെ തയ്ക്കുന്ന സമയത്തൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് തരിക. അപ്പോൾ കട്ട് ചെയ്ത് തരുമ്പോൾ അത് എങ്ങനെ കിട്ടും, ഇവിടെ ഫ്രാക്ഷൻ മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിനെ നമുക്ക് ഫ്രാക്ഷനാക്കി മാറ്റാൻ നമ്പറാക്കി മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ 2 meter long ribbon is cut into 3 equal parts. അപ്പോൾ ടോട്ടൽ ഈസ് 3. ഓക്കെ, 3 we want to make a 2 meter ribbon into 3 parts, therefore we write it 2/3. ഇത് 2 മീറ്റർ റിബണിനെ നമുക്ക് എന്താക്കണം, 3 പാർട്ടാക്കണം. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര പാർട്ടാക്കണം, 3. അപ്പോൾ അത് നമുക്ക് അങ്ങനെയാണ് കിട്ടുക. ഇതേപോലെയുള്ള ക്വസ്റ്റ്യനൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെയല്ല, കുറച്ച് മാറ്റമുണ്ട് നമ്മൾ ആ ഫ്രാക്ഷൻ എഴുതുന്നതിൽ. അപ്പോൾ ടോട്ടൽ ഉള്ളത് 2 മീറ്ററാണ്, അതിനെ നമ്മൾ 3 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. Okay, therefore here 2/3 meter same as 200/3 centimeter. We know that 1 meter equal to 100 centimeter. 1 meter 100, 2 meter 200 centimeter. If 2 meter long ribbon is equally divided among 5 girls, how much of a meter would each get? How many centimeter is it? ഇപ്പോൾ 2 meter റിബൺ ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണം, 5 ഗേൾസിന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ. 2 ഭാഗം മുടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് അതുപോലെയൊക്കെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. 2 meter long ribbon cut into 5 girls. Total ribbon 2 meter. Total ribbon length of ribbon equal to 2 meter. Total ribbon 2 meter. We know that 1 meter equal to 100 centimeter. 1 meter equal to 100 centimeter. Total ribbon 2 meter. 2 meter means 200 centimeter. Number of girls 5. We want to divide it to 5 girls. We divide 200 divided by 5. Total 200 meter. 200 meter divided into 5. Okay, 200 divided into 5 we get, first check 2, no times 20, 5 4s are 20,
then here 0 is balance, therefore write here denominator place quotient place write 0. 40 centimeter, each get 40 centimeter, also here 40 centimeter or 2 by 5 meter. ഈ 40 സെൻറ്റിമീറ്ററിന് തന്നെ നമുക്കറിയാം 2 മീറ്റർ ഉള്ളത് 5 പേർക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് 2 by 5 മീറ്റർ. നമുക്ക് 2 ആൻസർ വേണമായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കി നിങ്ങൾ 3 പേർക്ക് കട്ട് ചെയ്യുമ്പോൾ അത് 2 by 3 മീറ്റർ. ഹിയർ 5 ചൈൽഡ്, therefore 2 by 5 മീറ്റർ. If 3 liters of milk is divided equally among 4, how much of a liter would each get? 3 ലിറ്റർ പാലുണ്ട്, അതെന്ത് ചെയ്യണം? 4 പേർക്കാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. 3 ലിറ്റർ ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 4. ഹൗ മച്ച് ഓഫ് എ ലിറ്റർ വുഡ് ഈച്ച് ഇറ്റ്? ഹൗ മെനി മില്ലി ലിറ്റർ ഈസ് ഇറ്റ്? നമുക്കത് മില്ലി ലിറ്ററിലും കാണാം, ലിറ്ററിലും കാണാം. അപ്പോൾ ലിറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയും, കാരണം അത് ഡിവൈഡ് ചെയ്യൊന്നും വേണ്ട, അത് ഫ്രാക്ഷൻ ഫോമിലേക്ക് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഹിയോ total milk equal to 3 liter. 3 liter means 3000 milliliter. Okay, number of children is 4. For each get we divide number of children equal to 4, each get 3 by 4 liter. നമുക്ക് എത്രയാണുള്ളത്? 3 ലിറ്റർ ആണ്. അത് ലിറ്ററിലാകുമ്പോൾ നമ്മൾ 3 by 4 liter. Here 4 child for 3 by 4 liter. Total 3 liter, therefore 3 by 4 liter. We want to write in milliliter. 1 liter equal to, write inside 1 liter equal to 1000 ml. 2 liter equal to 2000 ml. 3 liter equal to 3000 ml. Okay, 3 by 4 liter and 3000 by 4 milliliter. And liter change ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ലിറ്റർ മില്ലി ലിറ്റർ ചേഞ്ച്. നമുക്ക് നേരത്തെ സെൻറ്റിമീറ്റർ മീറ്റർ ആകുമ്പം 100 ആയിരുന്നു അത് വരുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് എന്താ പറയുന്നത് 1000ലാണ് വരുന്നത്. കിലോഗ്രാമും നമ്മുടെ അതിൽ തന്നെ 1000ൽ തന്നെയാണ് വരിക. കിലോഗ്രാമിൻ്റെയും ലിറ്ററിൻ്റെയും വരുമ്പോൾ 1000ലാണ് വരിക. സെൻറ്റിമീറ്റർ മീറ്റർ 100ലാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ ഡിവൈഡ് 3000 by 4. 3000 നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ 3 no times 30. 7 4s are 28. Here 2 balance and this 0 right here 20. 25 4s are 20. Okay, therefore here 1 0 balance. അവിടെ 0 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, സോ റൈറ്റ് 0 here. 750 ml. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക പാലിൻ്റെ കാര്യമാണ്. അപ്പോൾ പാൽ നിങ്ങൾ വീട്ടിലൊക്കെ വാങ്ങിക്കാറുള്ളതാണ് അല്ലേ? നമ്മുടെ പാക്കറ്റ്, ഇപ്പോൾ പാക്കറ്റിൻ്റെ മെഷർമെൻറ്റിലൊക്കെ മാറ്റമുണ്ട്. എന്തായാലും നമ്മൾ ഓർമ്മിക്കുക, നമ്മുടെ കയ്യിൽ ഇപ്പം പാക്കറ്റ് 500 ml ആണ് സാധാരണ മുമ്പേ പാക്കറ്റ് വന്നിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ വെയിറ്റ് കൂടുതലുണ്ട്. ഇപ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള ഒരു പാക്കറ്റ് പാല് 500ൻ്റെ ആണ്, അതൊരു പാക്കറ്റ് 500 ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്താൽ, അപ്പോൾ നമുക്ക് 3 ലിറ്റർ ആവാൻ എത്ര പാക്കറ്റ് വേണ്ടിവരും? നിങ്ങൾ തന്നെ ഓർമ്മിക്കാം. എത്ര പാക്കറ്റ് വേണ്ടിവരും 3 ലിറ്റർ ആവാൻ വേണ്ടിയിട്ട്? 3 ലിറ്റർ ആവാൻ എത്ര പാക്കറ്റ് വേണ്ടിവരും? നമുക്കറിയാമല്ലേ എത്ര പാക്കറ്റ്? നിങ്ങൾ കടകളിലെ കാര്യം ഓർമ്മിച്ചാൽ മതി. നമുക്ക് 300 ml ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 500ൻ്റെ ആകുമ്പോൾ 500, 1000, 1500, 2000, 2500, 3000. അപ്പോൾ നമുക്ക് ഇത്രയും പാക്കറ്റ് പാലുണ്ടാകും. അപ്പോൾ നമുക്കറിയാം ഇത് 4 ആക്കാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 1 2 3 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 500 അല്ലേ, ഈച്ച് ഗെറ്റ് 500. ദെൻ 2 പാക്കറ്റ് ഈസ് ലെഫ്റ്റ്. ഈ പാക്കറ്റ് എന്ത് ചെയ്യും? 4 പേർക്ക് കൊടുക്കണം. ഇതിൻ്റെ ഹാഫ് എടുക്കും, ഇതിൻ്റെ ഹാഫ് എടുക്കും. നമുക്ക് പാത്രത്തിലാക്കിയിട്ട് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് 500 ആണ്. പിന്നെ 500ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 250 ആണ്. ഓക്കെ, സോ ഈച്ച് ഗെറ്റ് 750. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ ഇപ്പം 500ൻ്റെ പാക്കറ്റ് എന്ന് അസ്യൂം ചെയ്തിട്ട് 1 2 3 4 5 6 പാക്കറ്റ് പാൽ ഈസ് 3 ലിറ്റർ. ദാറ്റ് മീൻസ് 3000 ml. അപ്പോൾ 1 പാക്കറ്റ് 500 ആണ്. അപ്പോൾ ഹിയർ 4 ചിൽഡ്രൻ. ഫോർ ഫസ്റ്റ് ഗിവ് 1 പാക്കറ്റ് ടു ഈച്ച് ചൈൽഡ്. ഓരോ പാക്കറ്റ് ഓരോ കുട്ടിക്ക് കൊടുത്തു. 1 2 3 4 പാക്കറ്റ്. പിന്നെ അവിടെ 2 പാക്കറ്റ് ലെഫ്റ്റ് ഉണ്ടായിരുന്നു. ആ പാക്കറ്റിൻ്റെ ഹാഫ് എടുത്തിട്ട് 4 പീസ് കിട്ടുമല്ലോ. അപ്പോൾ അത് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, നമ്മൾ ഹാഫാക്കി മിൽക്കിന പാക്കറ്റ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പാത്രം ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുക. നിങ്ങൾ വിചാരിക്കേണ്ട, നമുക്കതങ്ങനെയാണ്. നമ്മൾ കാര്യം പറയുന്നത് മാത്രമേ ശ്രദ്ധിക്കേണ്ടൂ. ഓക്കെ, ദഫോ അതിൻ്റെ ഹാഫ് 250. സോ ടോട്ടൽ 750. 6 kilogram of sugar is to be made into 8 packet of equal weight. How much of a kilogram should go into each packet? How many grams is it?
6 കിലോഗ്രാം ഷുഗർ എന്ത് ചെയ്യണം, അത് 8 പാക്കറ്റിലാക്കിയിട്ട് മാറ്റണം. ടോട്ടൽ ഷുഗർ 6 കിലോഗ്രാം. ടോട്ടൽ ഷുഗർ 6 കിലോഗ്രാം. Total sugar 6 kilogram. This 6 kilogram sugar divided into 8 packet. Okay, weight of each packet equal to 6/8. അപ്പം നമുക്കറിയാമല്ലേ ടോട്ടൽ 6 ആണുള്ളത്, അത് 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6/8 കിലോഗ്രാം. 6/8 ഈസ് സെയിം ആസ് 3/4 കിലോഗ്രാം. 3/4 കിലോഗ്രാം മീൻസ് നമുക്കറിയാം 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 1000 ഗ്രാം ആണ്. അപ്പോൾ 3/4 എന്ന് പറയുമ്പോൾ 750 ഗ്രാം ആയിരിക്കും. 3/4 കിലോ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 3/4 കിലോഗ്രാം. അപ്പോൾ 1 കിലോൻ്റെ 3/4 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 3/4 കിലോ. 1/2 കിലോ എന്ന് പറയുമ്പോൾ 500 ഗ്രാം ആണ്. അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. നമുക്ക് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കാം. 6000 ഇത് കിലോഗ്രാമിലാണ്. 3/4 കിലോഗ്രാം ഇൻ ഗ്രാം 6000/8 ഗ്രാം. 6000 change into 3000/4. Take the half. Take the half of both number. Then again take the half. Then last 1500/2 equal to 750 gram. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് അങ്ങനെ കിട്ടുക. ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഇതേപോലെ ഹാഫ് എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഏറ്റവും ഷോർട്ടാക്കിയാൽ മതി. ഇനി ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 6000/8 ഡിവൈഡ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ 3000/4 ഡിവൈഡ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇവിടെയും ചെയ്ത് നോക്കാം 1500/2. അപ്പോൾ ഡിവിഷൻ നമുക്ക് ഹാഫ് എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കഴിയുന്നതാണ്. അപ്പം നമുക്ക് അതുപോലെ തന്നെ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ ഓർമ്മിക്കാം, ഹാഫ് കിലോഗ്രാം മീൻസ് 500 ഗ്രാം. 3/4 കിലോ 3/4 കിലോഗ്രാം മീൻസ് 750 ഗ്രാം. അതൊന്ന് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, 1 കിലോഗ്രാം 1000 ഗ്രാം, 1/2 കിലോഗ്രാം 500 ഗ്രാം, 3/4 കിലോഗ്രാം 750 ഗ്രാം, 1/4 കിലോഗ്രാം 250 ഗ്രാം. Next, the picture shows 2 ribbons of length 1 and 2 meter. Mark 2/5 and mark 1/5. What is the relation do you see between 2/5 of 1 meter and 1/5 of 2 meter? അപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. മാർക്ക് 2/5. നമുക്ക് ആദ്യം 1 മീറ്ററിനാണ് നമ്മൾ എന്ത് ചെയ്യണം, 5 ആയിട്ട് കട്ട് ചെയ്യണം, 5 പീസ്. അപ്പോൾ ഇവിടെ ഞാനിത് 5 സെൻറ്റിമീറ്ററും ഇത് ഞാൻ 10 സെൻറ്റിമീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. 5 സെൻറ്റിമീറ്ററിന് എന്ത് ചെയ്യും, നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ 2 പീസ് എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്യുക. ദെൻ ടേക്ക് 10 സെൻറ്റിമീറ്റർ, അതിൻ്റെ 1 പീസ് അതിനെന്ത് ചെയ്യുക, നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് കട്ട് ചെയ്യാം. 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 ആണ്, ഇത് 5 ആണ്. അപ്പോൾ നിങ്ങളത് 2 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. കാരണം 1 2 3 4 5 പീസാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് 5 പീസാണ് ആക്കേണ്ടത്. അത് പക്ഷേ എടുത്തിരിക്കുന്നത് 1 മീറ്ററാണ്. ഇതിന് നേരെ ഡബിളാണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 2/5 എന്ന് പറയുമ്പോൾ 1 2 പീസ്. അപ്പോൾ അതും നമ്മുടെ ഈ ലൈനിൻ്റെ 1 പീസ്. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. നിങ്ങൾ കണ്ടിരിക്കുന്നത് സെയിം ലെങ്ത് ആണ്. ഓക്കെ, വാട്ട് ഇസ് ദ റിലേഷൻ? ബോത്ത് ആർ ഈക്വൽ. അനു ആൻഡ് പ്രിയ നീഡ് റിബൺസ് 3/4 long. Anu has 1 meter long ribbon and Priya has 3 meter long ribbon. How do they cut off 3/4 meter long piece from their ribbons? അവർക്ക് എന്ത് ചെയ്യണം, 3/4 മീറ്റർ റിബൺ അവർക്ക് കട്ട് ചെയ്യണം. അതെങ്ങനെ അവർ കട്ട് ചെയ്യും? ഒരാളെ കയ്യിൽ 1 മീറ്റർ ഉള്ളത്, ഒരാളെ കയ്യിൽ 3 മീറ്റർ ആണുള്ളത് അല്ലേ. അനുവിൻ്റെ കയ്യിലുള്ളത് 1 മീറ്റർ ആണ്. അപ്പം നമ്മൾ ഓർമ്മിക്കേണ്ടത് 3/4 ആണ്. അപ്പം നമ്മൾ കിട്ടിയ ലൈനിനെ നമ്മൾ 4 ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള ഞാൻ പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞ പിക്ചറാണ്. ടേക്ക് 4 സെൻറ്റിമീറ്റർ ലൈൻ, 1 2 3 4 സെൻറ്റിമീറ്റർ ലൈൻ ആൻഡ് മാർക്ക് പോയിൻറ്റ്. എല്ലാം 1 സെൻറ്റിമീറ്റർ വെച്ച് പോയിൻറ്റ് മാർക്ക് ചെയ്യാം. We know that this is a 1 meter, then divide into 4 pieces, then each line length is 25 centimeter. ഇത് 1 മീറ്റർ ലെങ്ത് ആണ്. അപ്പോൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ലെങ്ത്തും 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ അസ്യൂം ചെയ്യുന്ന പിക്ചറാണ്, അതുകൊണ്ടാണ് ചെറിയ പിക്ചർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈച്ച് ലൈൻ ഈസ് 25 സെൻറ്റിമീറ്റർ. അപ്പോൾ 25 ആയിരിക്കും. ഇവിടുന്ന് ഇത്ര വരെ 25, ഇത് 50, ഇത് 75, ടോട്ടൽ 100. ഓക്കെ, പ്രിയ 3 മീറ്റർ ലോങ് റിബൺ. പ്രിയൻ്റെ കയ്യിലുള്ളത് 3 മീറ്റർ ആണ്. ദാറ്റ് മീൻസ് 300 സെൻറ്റിമീറ്റർ ടോട്ടൽ. അപ്പം നമ്മൾ 3 മീറ്റർ എന്ത് തന്നെ ചെയ്യേണ്ടത്, 4 ആയിട്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 300 ഹാഫ് ഈസ് 150, അതിൻ്റെ ഹാഫ് 75 എന്ന് വരും. അപ്പോൾ അങ്ങനെ 75 150 അത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന രീതി ഒന്ന് അസ്യൂം ചെയ്യാം. 1 മീറ്റർ 4 ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഓരോ പീസും 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. 3 മീറ്റർ 4 ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഓരോ ലെങ്ത്തും 75 സെൻറ്റിമീറ്റർ ആയിരിക്കും. അത് നന്നായിട്ട് ഓർമ്മിക്കാം. അപ്പോൾ നമുക്കറിയാം 3/4 ലെങ്ത്ത് എന്ന് പറയുന്നത് 225. 3/4 എന്ന് പറഞ്ഞാൽ 1 2 3 പീസ്. 1 2 3 പീസ്. 1 2 3 പീസ് ഈസ് 3/4 മീറ്റർ. 3/4 മീറ്റർ.
അപ്പം നമുക്ക് അത് 3/4 മീറ്റർ ആണ്. പക്ഷെ നമുക്ക് വേണ്ടുന്നത് എത്രയാണ്? 3/4 ലെങ്ത് ആണ്. 3/4 ലെങ്ത് ആണ്. അപ്പോൾ 3/4 ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഈ പീസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? അനുപ്രിയക്ക് ലാസ്റ്റ് പീസ് കൊടുത്താൽ മതി അല്ലേ? അവർക്ക് രണ്ടാൾക്ക് സെയിം ലെങ്ത് ആണ് വേണ്ടുന്നത്. പീസ് ഫ്രം ദ റിബൺസ്, അവർക്ക് 3/4 മീറ്റർ ലോങ് റിബണേ വേണ്ടുള്ളൂ. ആകെ വേണ്ടുന്ന അത്രയേ ഉള്ളൂ. 3/4 മീറ്റർ എന്ന് പറയുമ്പോൾ 75 സെൻറ്റിമീറ്ററേ വേണ്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് പീസ് അല്ലേ, ഇവിടുന്ന് നമ്മൾ 4ആയിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഒരു പീസ് ആർക്ക് കൊടുത്താൽ മതി? ഒരു പീസ് പ്രിയക്ക് കൊടുത്താൽ മതി. അനുവിന് നമുക്ക് എന്ത് കൊടുക്കാം? അനുവിന് നമുക്ക് 3 പീസ് കൊടുക്കണം. 3 1 2 3 ഇത്ര വരെ കൊടുക്കണം 75 ആവാൻ. പ്രിയക്ക് ഇതിൻ്റെ അകത്ത് ഒരു പീസ് കൊടുത്താൽ മതി. അത് നമുക്ക് ലാസ്റ്റ് പീസ് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 1 2 3 ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ലാസ്റ്റ് പീസ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇത് ഫസ്റ്റ് പീസും കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് റിമൈൻഡർ ആൻഡ് ഫ്രാക്ഷൻ. ഹൗ ഡു വി ഡിവൈഡ് 3 കേക്ക്സ് ഈക്വലി എമംഗ് 2? 3 കേക്ക് ഉണ്ട്, അത് 3 പേർക്ക് കൊടുക്കണം. 3 കേക്ക് ഡിവൈഡഡ് ഇൻറ്റു 2. 3 കേക്ക് 2 പേർക്ക് കൊടുക്കണം. അപ്പോൾ 1 2 3 കേക്ക്, 1 2 3 കേക്ക്. അപ്പോൾ ദെൻ 1 ഫുൾ കേക്ക്, അത് 2 പേർക്കാണ് കൊടുക്കുന്നത്. 3 കേക്ക് ഉണ്ട് 2 പേർക്ക്. ഹൗ ഡു വി ഡിവൈഡ് 3 കേക്ക് ഈക്വലി എമംഗ് 2? 2 പേർക്കേ കൊടുക്കുന്നുണ്ട്, 3 കേക്ക് ഉണ്ട്, കൂടുതലാണുള്ളത് അല്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ 1 ഫുൾ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ ഇത് ബാലൻസ് ആണ്, ഇതിൻ്റെ ഹാഫ് ആക്കിയിട്ട് അതിൻ്റെ ഒരു പീസ് കൊടുത്താൽ മതി. അപ്പോൾ ഒരാൾക്ക് ഈ പീസും ഈ പീസും കിട്ടും, മറ്റൊരാൾക്ക് ഈ പീസും ഈ പീസും കിട്ടും. 1 ഹോൾ ആൻഡ് റിമൈനിങ് കേക്ക് ഡിവൈഡഡ് ഇൻറ്റു 2 ആൻഡ് ഗിവ് എ പീസ് ടു ഈച്ച്. സോ ഈച്ച് ഗെറ്റ് 1 ആൻഡ് ഹാഫ്. ഈച്ച് ഗെറ്റ് 1 ആൻഡ് ഹാഫ് പീസ്. ശ്രദ്ധിക്കണം. ഹിയർ ഓൺ 3 കേക്ക്, ഹിയർ വി വാണ്ട് ടു ഡിവൈഡ് ഇൻറ്റു 2 ചൈൽഡ് അല്ലേ? 2 പേർക്കേ കൊടുക്കണ്ടു. 1 2 3 കേക്ക്. അപ്പോൾ 1 ഫുൾ കേക്ക്. അപ്പോൾ ഈ പീസും ഒരാൾക്ക് കൊടുക്കും. 1 കേക്ക് 1 ഫുൾ കേക്ക് ആൻഡ് ദിസ് പീസ് ഗിവ് ടു നെക്സ്റ്റ് വൺ. സോ ഈച്ച് ഗെറ്റ് 1 ആൻഡ് ഹാഫ് കേക്ക്. ഹൗ ഡു വി ഡിവൈഡ് 5 കേക്ക് ഈക്വലി എമംഗ് 2? ഹൗ ഡു വി ഡിവൈഡ് 5 കേക്ക്സ് ഈക്വലി ഡിവൈഡ് ടു 2 കേക്ക് 2 ഈച്ച്. നമുക്ക് 5 കേക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 2 എണ്ണം ഫുള്ളായിട്ട് 20 കൊടുക്കും. പിന്നെ ബാലൻസ് ഉള്ളത് കട്ട് ചെയ്തിട്ട് അവർക്ക് കൊടുത്താൽ മതി. Okay, here cake divide into 2 and to give a piece to each. So each get 2 and half. Okay, total 1 2 3 4 5 cake. 1 2 3 4 5 cake and 2 full cake give to each first. Then remaining cake divide into 2. ആദ്യം എന്ത് ചെയ്തു? ഇത് രണ്ടും ഒരാൾക്ക് കൊടുത്തു, ഇത് രണ്ടും വേറൊരാൾക്ക് കൊടുത്തു. ലാസ്റ്റ് ബാക്കിയുള്ള കേക്ക് എന്ത് ചെയ്തു? അത് ഹാഫ് ആക്കിയിട്ട് ഇവർക്കും കൊടുത്തു, ഈ പീസ് ഇവർക്കും കൊടുത്തു. അപ്പോൾ 2 ആൻഡ് ഹാഫ് കേക്ക്. ഈച്ച് ഗെറ്റ് 2 ആൻഡ് ഹാഫ് കേക്ക്. ഇത് തന്നെ നിങ്ങൾ ചോക്ലേറ്റിൻ്റെ കാര്യത്തിൽ ഓർമ്മിച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ 5 ചോക്ലേറ്റ് ഉണ്ട്, 2 പേരേ ഉള്ളൂ. 5 ചോക്ലേറ്റ് ഉണ്ട്, 2 പേരേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ഡിവൈഡ് ചെയ്യും? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും? 2 എണ്ണം കട്ട് ചെയ്യാണ്ട് എടുക്കും. എന്നിട്ട് പിന്നെ മറ്റേതെന്ത് ചെയ്യും? 2 പേരും പകുതി എടുക്കും. അപ്പോൾ ഈച്ച് ഗെറ്റ് 2 ആൻഡ് ഹാഫ് കേക്ക്.